1985 എയ്ഡ്സ് ഒക്കെ അങ്ങനെ പിറന്നു വരുന്ന സമയം ആ സമയത്ത് കേരളത്തിൽ ആദ്യമായിട്ടാണെന്ന് ഉറപ്പുണ്ട്, ചിലപ്പോൾ ഇന്ത്യയിലും ആദ്യമായിട്ടായിരിക്കാം. അന്നത്തെ ഒരു സംഘടനയുടെ പ്രതിനിധിയായിരുന്ന ഞാനും കൂടി പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിച്ച ഒരു എയ്ഡ്സ് സെമിനാറുണ്ട്. ആദ്യത്തെ സെമിനാർ അത് YMC ഹാളിലായിരുന്നു. ഡോക്ടർ മേബൽ ലഗോറി, ഈ അടുത്ത കാലത്ത് അന്തരിച്ച ഡോക്ടർ മേബൽ ലഗോറി അതിൽ പങ്കെടുത്തു. അന്നത്തെ ഒരു മന്ത്രി പങ്കെടുത്തു. ആ മന്ത്രിയുടെ പേര് സുന്ദരം നാടാർ എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴേ അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതായാലും ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ മുരുകേശൻ, ഡോക്ടർ കുമാർ, സൈക്യാട്രിസ്റ്റായ ഡോക്ടർ കുമാർ, അങ്ങനെ ഒത്തിരി പേര് പങ്കെടുപ്പിച്ചുകൊണ്ട് YMC ഹാളിൽ ഒരു സെമിനാർ എന്നൊക്കെ പേരിട്ട് ഒരു വൈകുന്നേരം ഞങ്ങൾ ആ പ്രോഗ്രാം നടത്തുമ്പോൾ ഞങ്ങളെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് വമ്പിച്ച ജനാവലിയായിരുന്നു. കാലുകുത്താൻ ഇടവില്ലാത്ത വിധം ആളുകളുടെ സദസ്യരുടെ തിരക്കായി. തന്നെയുമല്ല, മുഴുവൻ പുരുഷന്മാരുമായിരുന്നു. കാരണം എയ്ഡ്സിനെ കുറിച്ചുള്ള ആവലാതികളും ആശങ്കകളും നിറഞ്ഞു നിന്നിരുന്ന കാലം. എയ്ഡ്സ് എങ്ങനെ വരുന്നു ഒരു പിടിയുമില്ല. ചിലർ പറയുന്നു വായുവിലൂടെ വരുന്നു, ചിലർ പറയുന്നു വായിലൂടെ വരുന്നു, ത്വക്കിലൂടെ വരുന്നു, സ്പർശനത്തിലൂടെ വരുന്നു, ചിലപ്പോൾ ദർശനത്തിലൂടെയും വരും. ഒരുപാട് ആശങ്കകൾ. എയ്ഡ്സിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ചിലർ പറഞ്ഞു പനിയാണ്, ചിലർ പറഞ്ഞു ശരീരം ഭാരം കുറയുന്നതാണ്, ചിലർ പറഞ്ഞു ശരീരത്തിൽ ചെറിയ തിണർപ്പുകൾ ഉണ്ടാകുന്നതാണ്, തടിപ്പുകൾ ഉണ്ടാകുന്നതാണ്, അതിസാരമാണ് ലക്ഷണം എന്ന് പറഞ്ഞവരുണ്ട്. പറയുന്നവരൊക്കെ വൈദ്യശാസ്ത്ര രംഗത്തുള്ളവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭീതിയായി, പനിയുള്ളവർക്ക് ഭയങ്കര ഭീതിയായി. അങ്ങനെ ഈ ഭീതി കാരണം, ആങ്സൈറ്റി കാരണം, ടെൻഷൻ കാരണം ശരീരത്തിൻ്റെ ഭാരം കുറയാൻ തുടങ്ങി. അപ്പോൾ അവർ ഉറപ്പിച്ചു എയ്ഡ്സ് തന്നെ. ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്ന ആ കാലത്ത് ആദ്യമായി ഒരു സെമിനാർ ഒരിടത്ത് നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ആളുകൾ ഒത്തുകൂടിയതിൽ അവരെ കുറ്റം പറയാനില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ ആശങ്കകളും മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എയ്ഡ്സ് രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ വളരെ കുറവാണ്, വ്യാപനം 1% താഴെയാണ്. പക്ഷെ നമ്മൾ ജാഗ്രത കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം അതിഥി തൊഴിലാളികളും പുതിയ ജീവിത ശൈലികളും ലഹരിയുടെ ഉപയോഗവും എല്ലാം ചേർന്ന് എയ്ഡ്സിന് പുതിയ സ്വാഗതവേദി ഒരുക്കുന്ന ഒരു അന്തരീക്ഷവും വന്നിട്ടുണ്ട്.